തരൂരിനായി ബി.ജെ.പി. ഇട്ട ചൂണ്ടയ്ക്ക് ഇടയ്ക്കും മുറയ്ക്കും തരൂർ കൊത്താറുണ്ട്. നേരിട്ട് ക്ഷണങ്ങൾ പലതും ലഭിച്ചിട്ടുണ്ടെങ്കിലും കോൺഗ്രസിൽ ഒരു തലവേദനയായി തുടരുകയാണിപ്പോഴും. അങ്ങനെ കുന്തമന പോലെ നിൽക്കുന്ന തരൂരിനോട് ബി.ജെ.പിയിലേക്ക് വരണമെന്ന് ക്ഷണിച്ചിരിക്കുകയാണ് മേജർ രവി. ഒരു രാജ്യത്തെ നയിക്കാൻ എങ്ങനെ സാധിക്കുമെന്ന ധാരണയുള്ള വ്യക്തിയാണ് എന്നുള്ളത് കൊണ്ട് തരൂരിനെ ബി.ജെ.പിയിൽ എത്തിക്കാനുള്ള ശ്രമം വേണമെന്നാണ് മേജർ രവി പറയുന്നത്. ലോക വിവരമുള്ള വ്യക്തിയാണ് തരൂർ. അന്താരാഷ്ട്ര നയത്തെക്കുറിച്ചുള്ള വിവരമുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള വ്യക്തികളെ പാർട്ടിയിൽ എത്തിക്കണം, എങ്കിൽ മാത്രമാണ് തിരഞ്ഞെടുപ്പിൽ മുന്നേറാൻ സാധിക്കുക. ശശി തരൂർ ബി.ജെ.പിയിൽ വരണമെന്നും അതിന് പാർട്ടി നേതൃത്വം ശ്രമിക്കണമെന്നുമാണ് തന്റെ അഭിപ്രായമെന്നും മേജർ രവി പറഞ്ഞു. നിലവിലുള്ള സാഹചര്യത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കില്ല എന്നും മേജർ രവി പ്രതികരിച്ചു. മേജർ രവിയുടെ ഈ പ്രസ്താവന പറയാതെ പറയുന്നൊരു കാര്യമുണ്ട്. ബി.ജെ.പിയിൽ ലോക വിവരമോ സാമാന്യ വിവരമോ ഒന്നും പോലും ഇല്ലാത്ത പല എണ്ണങ്ങളും ഉണ്ട് എന്നത്. അതുകൊണ്ടാണല്ലോ കോൺഗ്രസിലെ വിവരവും ബോധവും ഉള്ളവരെ കൊണ്ടുപോകാൻ നോക്കുന്നത്. 5 പൈസയ്ക്ക് ഗുണമില്ലാത്ത നിങ്ങൾ ബി.ജെ.പിയിലാണെന്നും അതുകൊണ്ട് വിവരമുള്ള ഒരെണ്ണമെങ്കിലും വേണമെന്നുമാണ് മേജർ രവി പറഞ്ഞു വെക്കുന്നത്. എന്തായാലും കഴിവില്ലായ്മ തുറന്നു സംബന്ധിച്ചത് നന്നായി. ഇത് കൂടാതെ ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷനായിരുന്ന മേജർ രവി ചില വെളിപ്പെടുത്തലും നടത്തുകയുണ്ടായി. 3 സിറ്റിംഗ് എം.എൽ.എമാരെ ബി.ജെ.പിയിൽ ചേരാൻ തയ്യാറായിരിക്കുന്നു എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. കൂടാതെ ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷനായിരുന്ന മേജർ രവി അടുത്ത കാലത്തായിട്ട് അദ്ദേഹം പാർട്ടി വേദികളിൽ അത്ര സജീവമല്ല. താൻ പദവി ഒഴിഞ്ഞിട്ടുണ്ടെന്നും ഇക്കാര്യം രാജീവ് ചന്ദ്രശേഖറുമായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്നും രവി തുറന്നു പറയുകയായിരുന്നു. തന്നെക്കാൾ കഴിവുള്ള വ്യക്തികളെ വെച്ച് മുന്നോട്ട് പോകണമെന്നും അധികാരം കിട്ടിയില്ല എന്ന് കരുതി പാർട്ടി വിടില്ല എന്നും സംസ്ഥാന അധ്യക്ഷൻ അറിയിച്ചുവെന്നുമാണ് മേജർ രവി വിശദീകരിച്ചത്. 3 എം.എൽ.എമാർ ബി.ജെ.പിയിൽ ചേരാൻ സന്നദ്ധ അറിയിച്ച് തന്നെ സമീപിച്ചിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിലായിരുന്നു അതെന്നും അവർക്ക് പ്രത്യേക ഉപാധികൾ ഉണ്ടായിരുന്നില്ല എന്നും എന്നാൽ ബി.ജെ.പി. നേതൃത്വത്തിൽ നിന്നും അനുമതി ലഭിച്ചില്ല എന്നുമാണ് പറയുന്നത്. അതേസമയം ആരാണ് തന്നെ സമീപിച്ച 3 സിറ്റിംഗ് എം.എൽ.എമാരെന്ന് മേജർ രവി പരസ്യമാക്കിയിട്ടില്ല. മുൻപും സമാനമായ രീതിയിൽ പല നേതാക്കളെ കുറിച്ചും ബി.ജെ.പിയിൽ ചേരുമെന്ന വാർത്തകൾ വന്നിരുന്നു. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് നേരിട്ട നേതൃത്വത്തിന് കീഴിൽ അല്ല ബി.ജെ.പി. വരുന്ന തെരഞ്ഞെടുപ്പ് നേരിടാൻ പോകുന്നത് എന്നതും എടുത്തു പറയേണ്ടതാണ്. മേജർ രവിയുടെ ആ പ്രതികരണങ്ങളിലേക്ക് പോകാം. അത് രാജുവേട്ടൻ വന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ പോയി പറഞ്ഞു, ഇത് എൻ്റെ തലയ്ക്ക് വെച്ചിട്ട് ഇതിലും കഴിവുള്ള ആളുകളെ താങ്കൾക്ക് പറ്റുമെങ്കിൽ വെച്ച് ആക്ടിവേറ്റ് ചെയ്തു. എനിക്ക് അധികാരം കിട്ടിയില്ല എന്നുള്ളത് ഞാൻ വേറെ പാർട്ടി പോകുന്നുള്ളത്, അത് ഞാൻ ചെയ്യില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ട് ഞാൻ പോകുന്നു. ഇദ്ദേഹം ഇന്റലക്ച്വലാണ്, ഇദ്ദേഹത്തിന് വേൾഡ് നോളജ് ഉണ്ട്. ഒരു UN മിഷൻ്റെയൊക്കെ സെക്രട്ടറി കൗൺസിൽ ജനറലൊക്കെ ആയിട്ടിരിക്കുന്ന ആ ഒരു ലെവലിൽ വരുന്ന ഇന്റർനാഷണൽ പോളിസിയെ കുറിച്ചിട്ടുള്ള വിവരമുണ്ട്. ഒരു രാജ്യത്തിനെ ഏത് രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതിൻ്റെതായിട്ടുള്ള ശരിയായ ധാരണകളുള്ള ഒരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി എന്ന് പറയുന്നത് ജനങ്ങളുടെ ഇടയിൽ നല്ല പോപ്പുലാരിറ്റി ഉണ്ട്. പക്ഷെ ഇന്ന് നിങ്ങൾ നിൽക്കുന്ന ഈ പോളിസിയിൽ നിങ്ങളുടെ അതേ നേതാക്കന്മാരെ മാത്രം ഈ സ്റ്റേറ്റിൽ എല്ലാ ഇലക്ഷൻ വരുന്ന സമയത്ത് ഒരേ മുഖം കാണാം. കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ സിനാരിയോ എന്താണെന്നത് അസംബ്ലിക്കുള്ള ഒരു മൂഡ് വേറെ, ലോക്സഭയ്ക്കുള്ള ഒരു മൂഡ് വേറെയാണ്. അപ്പം ആ മൂഡിനെയാണ് നമ്മൾ മാറ്റിയെടുക്കുന്നത്. ആ മൂഡിനെ മാറ്റിയെടുക്കണമെങ്കിൽ നമുക്ക് പോപ്പുലറായിട്ട് ജനങ്ങൾക്ക് പ്രാപ്തരായിട്ടുള്ള വ്യക്തികളെ നിങ്ങൾ കയറ്റണം. അതിനാണ് ഞാൻ ശശി തരൂരിൻ്റെ ഒരു പേര് പറഞ്ഞത്. അത് എൻ്റെതായിട്ടുള്ള ചിന്തയിൽ പറയാണ്. എൻ്റെ അടുത്ത് വന്ന 3 MLAs ഉണ്ട്, അവരിപ്പോഴും റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. അവർ സിറ്റിംഗ് MLAs ആണ്. അത് ഇപ്പോഴല്ല, അത് കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്തായിരുന്നു. ദേവർ ഡിസ്കസ്ഡ് വിത്ത് ദിസ് തിങ്. ദേ സെഡ് വി ആർ അൺകണ്ടീഷണലി വി ആർ റെഡി ടു കം. ബട്ട് ദെൻ ഐ ഡിഡ്ന്റ് ഗെറ്റ് എനി ക്ലിയറൻസ് ഫ്രം ദ ടോപ്പ്. പക്ഷേ മൈൻഡ് സെറ്റ് മനസ്സിലായി, ഇവിടെ ആരും ഉണ്ട്, ആൾക്കാരുണ്ട്. ബിക്കോസ് ദേ ആർ ഓൾസോ ഫെഡ് അപ്പ്. ഇപ്പോഴത്തെ പൊസിഷനിൽ ഐ വിൽ നോട്ട് ബി സ്റ്റാൻഡിംഗ് ഫോർ ഇലക്ഷൻ. ഇങ്ങനെയൊക്കെ പോവാണ്.